റിവോൾവർ റിംഗോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിലൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. മലയാളത്തിലേക്ക് വീണ്ടും ഒരു സൂപ്പർ ഹീറോ ഫിലിം. 4 കുട്ടികളും അവരുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഇൻസ്പിറേഷനൊക്കെ ആയിട്ട് വന്നിട്ട് അത് സാധിച്ചു കൊടുക്കാൻ നടക്കുന്ന ഒരു ചേട്ടനും ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. ഒന്നാള് മാറിയിട്ടോ സ്വിച്ചിട്ട പോലെ ഇപ്പൊ ചിരിച്ചത് അവളെയല്ല, ഭയങ്കര മെച്യൂർ ടോക്കിംഗ്. എനിക്കൊന്ന് കുറച്ചും കൂടെ വിഷ്ണു ചേട്ടനാ, കുറച്ചും കൂടെ അല്ലാതെ സംസാരിക്കുന്ന വിഷ്ണു ചേട്ടനാ. നമ്മൾ ഏത് കാർട്ടൂൺസാ കാണുന്നത്? എനിക്കറിയത്തില്ല. ചേട്ടൻ എങ്ങനെ അറിയാം? ഇവിടെ ഞാനിവിടെ കൈതപ്പുറം സാറാണ് ഇതിനകത്ത് പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം സാറിൻ്റെ പാട്ടുകൾ പണ്ട് കാലത്തും ഇപ്പോഴും എപ്പോഴും ഹിറ്റാണ്. ഇപ്പം നേരത്തെയും ജെൻസിയിലെ ഓഡിയൻസിനെയും പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പാട്ടുകൾ ചെയ്യുന്ന അധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം മിന്നൽവെളിയും ഹൃദയത്തിലെ പാട്ടും ഒക്കെ ആയിക്കോട്ടെ, സാർ അന്നും ഇന്നും ഒരേപോലെയാണ് ചെയ്യുന്നത്. ഇന്ത്യാന ജോൺസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, വളരെ 80s ഇറങ്ങിയത്. അപ്പോൾ അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ റിവോൾവർ റിംഗോ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ ആ കുട്ടികളുടെ കഥയാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതങ്ങനെ ഒരു ത്രൂ ഔട്ട് സൂപ്പർ ഹീറോ സിനിമയൊന്നും അല്ല, എന്നാലും സൂപ്പർ ഹീറോ എലിമെന്റും പരിപാടി ഇതിനകത്ത് വരുന്നുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് റിവോൾവർ റിംഗോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അവർ എൻറ്റയർ ടീം തന്നെ എൻ്റെ ഒപ്പം ഉണ്ട്. എല്ലാവർക്കും വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. റിവോൾവർ റിംഗോ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിലൊക്കെ ആയിട്ട് വന്ന് ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. മലയാളത്തിലേക്ക് വീണ്ടും ഒരു സൂപ്പർ ഹീറോ ഫിലിം. നമുക്ക് ആ ഒരു ഇതിൻ്റെ ടീസറൊക്കെ കാണുമ്പോഴത്തേക്ക് ഫുള്ളൊരു തീപ്പൊരിമയം. മൊത്തത്തിൽ 4 കുട്ടികളും അവരുടെ ഒരു ആഗ്രഹവും നമ്മുടെ മിന്നൽ മുരളിയിൽ നിന്ന് ഇൻസ്പിറേഷനൊക്കെ ആയിട്ട് വന്നിട്ട് അത് സാധിച്ചു കൊടുക്കാൻ നടക്കുന്ന ഒരു ചേട്ടനും ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലായത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ഈ ഒരു ഫിലിം ഓൾ അബൌട്ട്? ആരടുത്ത് ചോദിക്കണ്ടേ? നമുക്ക് ഡയറക്ടർ സാറിൻ്റെ അടുത്തൊന്ന് തുടങ്ങാം. അല്ലേ, ഈ പറഞ്ഞ പോലെ അതങ്ങനെ ഒരു എൻ്റയർ സൂപ്പർ ഹീറോ മൂവിയൊന്നും അല്ല. ഈ ഇന്ത്യാന ജോൺസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, വളരെ 80s ഇറങ്ങിയത്. അപ്പം റൈഡേഴ്സ് ഓഫ് ദ ലോസ്റ്റ് സ്റ്റാർ, അതാണ് അതിൻ്റെ ഫസ്റ്റ് സീരീസിലെ ഫസ്റ്റ് വൺ. അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് US-ലെ കുറച്ച് പിള്ളേർ അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫാൻ മെയ്ഡ് മൂവി. അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എല്ലാം വെച്ചിട്ട് അവരവരുടെ വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ടാണ് ചെയ്തത്. 2-3 പിള്ളേർ അവരൊരു വെക്കേഷൻ ടൈമിൽ അവർ വെറുതെ തമാശയ്ക്ക് ചെയ്തതാണ്. പക്ഷെ പിന്നീട് കുറേ ആയിട്ട് അവരത് റിലീസ് ചെയ്തു. അതിന് ചെറിയൊരു കൾട്ട് സ്റ്റാറ്റസ് ഒക്കെ കിട്ടി. അപ്പോൾ അതിന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ റിവോൾവർ റിംഗോ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ ആ കുട്ടികളുടെ കഥയാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതങ്ങനെ ഒരു ത്രൂ ഔട്ട് സൂപ്പർ ഹീറോ സിനിമയൊന്നും അല്ല, എന്നാലും സൂപ്പർ ഹീറോ എലിമെന്റും പരിപാടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരു ഫാമിലി മൊത്തം എല്ലാവരും കാണാൻ പറ്റുന്ന നമ്മളതിനകത്ത് കുറച്ചൊരു മിന്നൽ മുരളി എലമെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാതെ. ഓക്കെ, ചേട്ടൻ്റെ അടുത്ത് എന്തായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഉള്ള ഒരു സിനിമയൊക്കെ വന്നപ്പോൾ ഫസ്റ്റ് ഒരു റിയാക്ഷൻ എന്തായിരുന്നു? സൂപ്പർ ഹീറോ പടം എന്നുള്ളതിലുപരി ഇതൊരു നന്മയുള്ള ഒരു നാട്ടിൽ പുറത്തിറക്കുന്ന അങ്ങനത്തെ ഒരു കഥയാണ്. ഈ വെക്കേഷൻ സമയത്ത് കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് അവരുടെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നതാണ് സിനിമ. അതാണ് സിനിമ. അപ്പൊ അതിന് ഈ കൂട്ടത്തിലെടുത്ത് എന്റെ മാമനെ അവര് യൂസ് ചെയ്യണമെന്നാണ്. ആ മാമനാണ് ഞാൻ. അപ്പൊ ആ ഒരു ഇവർക്കൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു സുഖമുണ്ട്. എനിക്ക് പറയാൻ ഇഷ്ടം അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എന്ന് പറഞ്ഞ ക്യൂട്ട് സിനിമയാണ്. ചേട്ടൻ ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെ ആയിരുന്നോ? ഈ കുട്ടികൾക്കൊക്കെ എല്ലാ കുരുത്തക്കേടിനും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടൊക്കെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ചേട്ടൻ മാമൻ അങ്ങനെ ആയിരുന്നു? അല്ല, അവിടെ ഞാൻ സപ്പോർട്ടൊന്നുമല്ല, സിനിമ വരുമ്പോ ക്യൂട്ടാണെന്ന്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരല്ലേ ബാക്കി ഇരിക്കുന്ന? ഹലോ, നമ്മൾ ഷൂട്ടില്ല. ഞാൻ ഇവരെ കുറച്ചു നേരമായിട്ട് ഒബ്സർവ് ചെയ്യാം. ഇത് തന്നെയാണല്ലേ, ഞാൻ കുറച്ചു നേരമായിട്ട് ഇവരൊന്ന് ഒബ്സർവ് ചെയ്യുമായിരുന്നേ. ഇവിടെ 2 പേര് ഭയങ്കര എന്തൊക്കെയോ വലിയ ഡിസ്കഷനൊക്കെയാണ്. ഇവർ 2 പേരും ഒരാൾ ഏതോ ലോകത്ത് ഇങ്ങനെ ഇരിക്കുക. കുറച്ചു നേരമായിട്ട് ഞാനൊരു ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അവനെ എന്നെ നോക്കുന്ന പോലും ഇല്ല. ശരിക്കും ഇവരുടെ 3 പേര് നിങ്ങളായിരിക്കുമല്ലോ കൂടുതൽ അനലൈസ് ചെയ്തിട്ടുണ്ടാവുക. ഇവർ 3 പേരും ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടറാണോ? വേറെ ഉണ്ടല്ലേ 2 പേരും കൂടെ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ 5 പേരും?
ഒന്നും പറയാൻ പറ്റത്തില്ല അത്. പക്ഷെ ചേട്ടൻ ഡയറക്റ്റ് ചേട്ടൻ കുറെ നേരമായിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിച്ച് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ടീച്ചറില്ലാത്ത അംഗനവാടി കയറിയ പിള്ളേരെങ്ങനെ ഇരിക്കും അതുപോലെ ആയിരുന്നു വരും. അതിനകത്ത് കുട്ടിയാണോ ടീച്ചർ എന്തായിട്ട് വരും ചേട്ടന്റെ റോള്? അല്ല കുട്ടിയാ? നമുക്കത് തീർക്കണ്ടേ. അതെ, അതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ഏറ്റവും താഴോട്ട് ഇറങ്ങി നിന്നു ഇവരുടെ കൂടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ. ഇനി നിങ്ങളാണ് ഇവിടുത്തെ പ്രധാന താരങ്ങൾ. നമ്മുടെ മഞ്ജുവേച്ചി ഇപ്പൊ പറയായിരുന്നു മറ്റേ പഴയ വെള്ളി നക്ഷത്രം സിനിമയിലെ പാട്ടൊക്കെ ഓർമ്മ വരുന്നു, നിങ്ങൾ ഇവിടെ കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുക്കുരുക്ക് കുറുക്കിന്റെ ഒരു വൈബ് വരുന്നില്ലേ എന്നോട് വന്നിപ്പോ ചോദിച്ചതാ. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസിലേക്ക് വരാം. സൂപ്പർ ഹീറോ ഫിലിം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ്? ഹായ്, ഭയങ്കര സന്തോഷം, അങ്ങനെയായിരുന്നു? അതെ, ഞാൻ ചെയ്ത മൂവീസിലൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷവും അതിൻ്റെ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു ക്രൂവിന്റെ ഭാഗം കഴിഞ്ഞതിൽ. അതുപോലെ തന്നെ സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം നമ്മളെല്ലാവരും പെട്ടെന്ന് ആള് മാറിയിട്ടോ, സ്വിച്ചിട്ട പോലെ. ഇപ്പൊ ചിരിച്ചത് അവളെയല്ല, ഭയങ്കര മെച്ചുവർ ടോക്കിങ്. മെച്ചുവർഡാന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. പറയും. എന്നിട്ട് സെറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫണ്ണായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ നമ്മളൊന്നും ഇവിടെ ഉള്ളത് പോലെ അല്ല സെറ്റില്. അതിപ്പോ വിഷ്ണു ചേട്ടനായ പോലെ അങ്ങനെയാണ്. നമ്മളൊന്നും ഇവിടെ ഉള്ളത് പോലെ ഇങ്ങനെയല്ല, വേറെ ചേട്ടനും അല്ല. ഭയങ്കര സീരിയസ് ആണോ അതോ ഭയങ്കര ഫണ്ണാണ്? കുറച്ചും കൂടെ ഫണ്ണാണ്. അത്രയും കളിച്ചിരിയൊക്കെ ഉള്ള ഒരു സെറ്റ് തന്നെയാണ്. മാത്രല്ല നമ്മള് ഇപ്പോ സെറ്റിൽ നിന്ന് അതിപ്പം വെക്കേഷൻ ടൈമിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെക്കേഷൻ മിസ്സായി എന്നുള്ളൊരു ഫീല് നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. എനിക്ക് ഉണ്ടായിട്ടില്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ക്രൂവിന്റെ ഭാഗം കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇവിടെ നമ്മുടെ റിങ്കോ തന്നെ ഇരിപ്പുണ്ടല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മെയിൻ ക്യാരക്ടർ നമ്മൾ ചെയ്യണം? നമ്മുടെ പേരിലാണ് സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ആണ്. ഇത് ഫസ്റ്റ് ഫിലിം അല്ലേ മോന്റെ? അപ്പം വേറെ ഇപ്പൊ എക്സൈറ്റ്മെന്റും ടെൻഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ജോയിൻ ചെയ്തിട്ട്? സിനിമ കണ്ട പോലെ തന്നെയായിരുന്നോ ഇവരുടെ അടുത്ത് വന്നപ്പോ? സിനിമ കണ്ട പോലെയാണോ ചോദിച്ചാ അല്ല, ചേട്ടൻ പറയുമ്പോൾ ഒരു കോമഡി ആയിട്ട് എല്ലാവരും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ചേട്ടനെ നോട്ടം നോക്കി അങ്ങനെയൊക്കെ. ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമ ഫസ്റ്റ് പോകുമ്പോൾ. പിന്നെ ഓരോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്ലി ആയി, എല്ലാം ഇതായി പെട്ടെന്ന്. എന്തൊക്കെയാ വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് നിന്ന് പഠിച്ച കാര്യങ്ങൾ? കോൺസെൻട്രേഷൻ, കുറേ കാര്യം പഠിച്ചു. സത്യസന്ധത, നിർമ്മലത, നൈർമല്യം. എന്തൊക്കെയാ പഠിച്ചു? ഒരു കാര്യം പറയും. കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ചേട്ടൻ അങ്ങനത്തെ ആളാ? എന്താ മോൻ എന്താ പഠിച്ചേ? ശ്രീധർ എന്താ പഠിച്ചേ? ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. വിഷ്ണു ചേട്ടൻ്റെ ആക്ടിങ്ങിലൂടെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചു. എന്തായാലും നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അതൊക്കെ പഠിക്കാവുക. അതൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ആളുടെ അടുത്ത് വരട്ടെ. ഞാൻ പേഴ്സണലി മോളുടെ ആ ഒരു സിനിമ ഒക്കെ കണ്ടിട്ട് ആക്ടിങ് ഒക്കെ കണ്ട് ഭയങ്കര ഭയങ്കര ഫാൻ ഗേൾ ആയിരുന്നു. അപ്പോൾ കണ്ടപ്പോഴും ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ആ ഫിനിക്സിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത ഒരാൾ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ ശരിക്കും ഒരു കുട്ടികളുടെ ചിത്രത്തിലേക്കൊക്കെ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇങ്ങനൊരു ക്യൂട്ടായിട്ടുള്ള മൂവിയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഭയങ്കര മെച്ചോടോട്ട് പിള്ളേരൊക്കെ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര ഓളം വൈബായിരിക്കുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ട് ഇവർ സംസാരിക്കുന്നത്. എനിക്കൊന്ന് കുറച്ചും കൂടി വിഷ്ണു ചേട്ടനാ, കുറച്ചും കൂടെ അല്ലാതെ സംസാരിക്കുന്ന വിഷ്ണു ചേട്ടനാ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടി ഒരു ഫൺ എലമെന്റ് ചേട്ടനത് പറയായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ബാക്കി സിനിമയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം. ഇപ്പോൾ ചേട്ടൻ എനിക്ക് തോന്നുന്നതിന് മുന്നേ ചെയ്ത ഒരു സിനിമ ബിരിയാണി കിസ്സ, അത് 2017 സംഭവം. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 8-9 കൊല്ലമായി. എന്ത് പറ്റി നമ്മൾ ഇത്രയും വലിയൊരു ബ്രേക്ക്? നമ്മൾ കീപ്പ് ഓൺ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരുമാതിരിപ്പെട്ട എല്ലാ സെറ്റിലും പോയിട്ടുണ്ട്, എല്ലാരും കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 8-9 വർഷമായിട്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അതിങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന പോലെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. പോകുന്നുണ്ടായിരുന്നു. അവസാനം നമ്മളിപ്പം ഇതായിട്ട് മുന്നോട്ട് വരാം. ഇതിലെങ്കിലും എനിക്ക് നടക്കണം എന്നുള്ളത്. ഇത്രയും കുറേ സ്ട്രഗ്ലിംഗ് അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും സിനിമ ശ്രമിക്കുന്ന എല്ലാവർക്കും സ്ട്രഗിള് അതിന്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സിനിമയാണ്. ഇപ്പൊ ചേട്ടൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ജയരാജ് സാറിനോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യും? സാറിന്റെ ഫിലിംസ് ഒക്കെ നമ്മുടെ ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ്സ് ആണ്. ജയരാജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പം ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റിൽ എങ്ങനെ ഒരു വലിയ സിനിമ തീർക്കാം എന്നൊക്കെ ജയരാജ് സാറിനെ ഇന്ന് പഠിക്കാൻ പറ്റും.
അപ്പം അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. കാര്യം ഒരു വലിയ പ്രൊഡ്യൂസറെ വെയിറ്റ് ചെയ്ത് ഒക്കെയായിരിക്കും പലരും അവരുടെ കുറേ സമയം കളയുന്നത്. അപ്പോൾ ചെറിയ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടും ഒരു സിനിമ ഉണ്ടാക്കാമെന്നൊക്കെ ജയസാറിൻ്റെ നിന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. സാറിൻ്റെ കൂടെ ഏതൊക്കെ സിനിമകൾ? ഞാൻ സാറിൻ്റെ കൂടെ പകർന്നാട്ടം പറഞ്ഞത് ജയറാം സാറ് വർക്ക് ചെയ്ത പടം, പിന്നെ ട്രെയിൻ മമ്മൂട്ടി സാർ വർക്ക് ചെയ്തത്, അങ്ങനെ രണ്ടിലുണ്ടായിരുന്നു. പിന്നെ ഇതല്ലാണ്ട് സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചേട്ടനും പണ്ട് തൊട്ടേ ഇപ്പം ഇത്രയും വർഷം ഫിലിമിന് വേണ്ടി എന്ന് പറയുമ്പോൾ വലിയ ഡ്യൂറേഷനാണ്. ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-9 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമ. അപ്പം ചെറുപ്പം തൊട്ടേ എന്തായാലും എനിക്ക് ഡയറക്ടർ ആവണം, അങ്ങനെ തന്നെ ഒരു എയിമായിട്ട്. ചെറുപ്പം തൊട്ടേ എനിക്ക് നല്ല പ്ലാനൊക്കെ ആയിരുന്നു. അതിനൊന്നും ഞാൻ പോയില്ല എന്നുള്ളതാണ് പ്രശ്നം. ചെറുപ്പം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിനോട് അങ്ങനെ ഒരു ഡയറക്ഷനോടൊക്കെ താല്പര്യം തോന്നി പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗിന് ശേഷമാണ് സിനിമ തുടങ്ങുന്നത്. ചെറുപ്പത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഒരാൾ അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് സിനിമയൊക്കെ കയറി, പിന്നെ നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതൊരു സൂപ്പർ ഹീറോ ഫിലിമാണ്. എല്ലാവരും പലരും വേണ്ടി ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് സൂപ്പർ ഹീറോസ് ഇഷ്ടമായിരുന്നോ, ഇല്ലെങ്കിൽ ഏതായിരുന്നു ഫേവറേറ്റ് ക്യാരക്ടർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എങ്കിലും നമുക്കതൊക്കെ സംസാരിക്കണമല്ലോ. ഈ സൂപ്പർ ഹീറോ അല്ലാതെ തന്നെ ഇപ്പോൾ കാർട്ടൂൺ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വലിയ ഇംഗ്ലീഷ് കാർട്ടൂൺസിൻ്റെ പേരൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഡോറയും മറ്റേ മായക്കണ്ണനും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ഞാൻ ആകെപ്പാട് കണ്ടിട്ടുള്ള കാർട്ടൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയായിരുന്നു ചേട്ടൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ബാല്യകാലം എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്ന കണ്ടിട്ടുള്ള കാർട്ടൂൺ, സ്കൂൾ വിട്ട് വന്നിട്ട് ആദ്യം ടി വിയിൽ വെക്കുന്നത്, അങ്ങനെയൊക്കെ എന്താ ഓർമ്മ? ഹീമാൻ ഫാൻ ആയിരുന്നോ? ജയ് ഹനുമാൻ. പോഗോസിലൊക്കെ ശരിയാ. ഈ മറ്റേ യൂട്യൂബിൽ ഈ കാട്ടിലെ കണ്ണൻ അങ്ങനത്തെ സംഭവം അതൊക്കെ കാണാറുണ്ട്. പിന്നെ കുട്ടിയായി കഴിഞ്ഞപ്പോ അവരുടെ കൂടെ ഇതൊക്കെ അവർക്ക് ഇപ്പോഴും മറ്റേ കാർട്ടൂൺസ് ഏതോ ഒരു കാത്തു ആര് പറഞ്ഞു കാത്തു നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്? ഇതൊക്കെ തന്നെ. ഏതാ 3 പേരോട് ചോദിക്കാം, മോളുടെ ഫേവറേറ്റ് ഏതായിരുന്നു കാർട്ടൂൺസ്? എനിക്ക് ഞാനൊരു സമയത്ത് ഫുൾ ബാലവീർ അങ്ങനെ ബാലവീറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഹാപ്പി കിഡ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ ഹീറോന്റെ മറ്റേ കാർട്ടൂൺ ഉണ്ടായിരുന്നു, അതും ഞാൻ കാണും. അങ്ങനെ കുറെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എനിക്കും വേണം ഈ ശക്തി അങ്ങനെയൊക്കെ തോന്നിയത് എന്താ? ഹാപ്പി കിഡ് എന്ന് പറയുന്ന കാർട്ടൂണിൽ ആക്ച്വലി അവർ സ്പിന്നർ വെച്ച് തിരിക്കുമ്പോഴാണ് ഈ ഹാപ്പി കിഡ് വരിക ഇവരുടെ അടുത്തോട്ട്. ഞാനിങ്ങനെ വീട്ടിൽ ഓരോ സ്പിന്നർ ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ കറക്കലോടെ ഹാപ്പി കിഡ് വരാ. പിന്നെ എനിക്ക് നിർത്തി. ഞാനിതിന്റെ പോസ്റ്ററിൽ കണ്ടൊരു അത്ഭുത കുപ്പി പോലത്തെ എന്തോ ഒരു സാധനം മോളല്ലേ പിടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നാണെന്ന് തോന്നുന്നല്ലേ, ബാക്കി സിനിമ കാണണമായിരിക്കും അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ഏത് കാർട്ടൂൺസാണ് കാണുന്നത്? ഏതൊക്കെയായിരുന്നു ഇഷ്ടം? അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാ. എനിക്കറിയത്തില്ല. ചേട്ടൻ എങ്ങനെ അറിയാം? ഓ, ഇന്നലെ പഠിച്ചതാ, പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓ, ഒക്കെ അറിയാലേ. എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കഴിയുമ്പോ എനിക്കും കൂടെ പറഞ്ഞാൽ നോക്കാം. ഇപ്പൊ ഏതൊക്കെയാ? കുഞ്ഞിലെ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് രുദ്ര പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അത് അല്ലല്ല അതെ ഹിന്ദിയാണ്, പക്ഷെ മലയാളം ഭാഷയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തൊക്കെയോ പറയും, എന്നിട്ട് കൈവച്ചിങ്ങനെ കാണിക്കുമ്പോ എന്തൊക്കെയോ നടക്കും. മലയാളമാണ് കണ്ടേ, പക്ഷെ എന്തൊക്കെയോ പറയും. അത് കുട്ടികളുടെ ഒരു സ്കൂള്, പക്ഷെ ആ സ്കൂളാണെങ്കിൽ ഫുള്ളും മന്ത്രമൊക്കെ നടത്തുന്ന ഒരു സ്കൂള്. അവിടെ എല്ലാവർക്കും ഓരോ പവറുണ്ട്. അതല്ല രസം കാണാൻ. അപ്പൊ അത് കാണും. പിന്നെ ചോട്ടാഭിമൊക്കെ തന്നെയാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെ. ഇവിടെ നമ്മുടെ റിവോൾവർ റിംഗോ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ഷിൻജൻ കാണും, ഷിൻജൻ ഇങ്ങനത്തെ പിന്നെ ഡോറിമൻ എല്ലാം അറിയാലോ. പിന്നെ വീട്ടില് ഏട്ടന്റെ പിള്ളേരുണ്ട്, അപ്പം അവരുടെ കൂടെ ഇതെല്ലാം കാണും. ചോറുണ്ടെങ്കിൽ
ഞാൻ വരാം കേട്ടോ, അവിടുത്തെ കാർട്ടൂൺ ലിസ്റ്റ് അറിയാൻ ഞാൻ വരും. ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. പിന്നെ വേറെ ഷിൻചാൻ. പിന്നെ മാസപ്പിലാമി. എനിക്കൊന്നും അറിയത്തില്ല ചേട്ടാ, ഞാൻ പണ്ടത്തെ ഒരു കൊരങ്ങനെ പോലും. ഓ കൊള്ളാം. ഞാൻ അത് അറിയില്ല, അതൊക്കെ കേട്ട് പഠിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതൊക്കെ നോക്കാൻ. ഇനി പറഞ്ഞ പോലെ മോളുടെ അടുത്ത് ചോദിച്ച പോലെ എന്തായിരുന്നു ഈ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ശക്തി? പറഞ്ഞ അവനെല്ലാം ഡബിൾ ചെയ്യണമെന്നുള്ളതാണ് അല്ലേ? ഡബിൾ ചെയ്യണം, എല്ലാം ഇരട്ടി വേണം. ഓ ഓക്കെ. ഇവിടെ അതിനുള്ള ശക്തി ആ ഏതായാലും എന്തെങ്കിലും ഒരു ശക്തി കിട്ടിയാൽ മതി. അത് ശക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് മടുപ്പിടിക്കും. ആലംബന അല്ലെ, അങ്ങനെ അല്ലായിരുന്നോ? അല്ല അതെ, അങ്ങനെ ഏത് പവറാണെങ്കിലും നമ്മളത് യൂസ് ചെയ്യുമല്ലോ. എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. മെയിൻ ആളുടെ അടുത്ത് കാർട്ടൂൺ എന്തൊക്കെയായിരുന്നു? ഇപ്പോഴത്തെ അല്ല ചോദിക്കുന്നത്, ചേട്ടൻ കുഞ്ഞായിരുന്നപ്പോ. അല്ല സാറ് കുഞ്ഞായിരുന്നപ്പോ. അയ്യോ സാറ് കുഞ്ഞായിരുന്നപ്പോ അല്ല, അന്ന് നമ്മൾ ഈ ജംഗിൾ ബുക്കും ജംഗിൾ ബുക്കാണ് പ്രധാനമായിട്ടും. നമ്മള് അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നെങ്കിലും മലയാളം കാർട്ടൂൺ കാണാനായിരുന്നു താല്പര്യം. ജംഗിൾ ബുക്ക് മലയാളത്തിൽ വരുമല്ലോ. അപ്പോൾ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് നേരെ ഓടും. 4:30 എത്തിയായിരുന്നത്. അന്ന് ട്യൂഷൻ ഉണ്ട്. അപ്പം അന്ന് ട്യൂഷനൊക്കെ മാറ്റി വെച്ച് ജംഗിൾ ബുക്ക് കാണായിരിക്കും. ഈ സൂപ്പർ ഹീറോ പരിപാടി അല്ലാതെ കാർട്ടൂൺ കാണലും ഉണ്ട് കേട്ടോ. എന്റെ നെയ്ബർ പ്രേംകുമാർ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരനുണ്ട്. അവന് കാർട്ടൂണിന്റെ ഭയങ്കര അഡിക്റ്റ് ആണ്. എനിക്ക് കാർട്ടൂൺ താല്പര്യമില്ല, എന്നാലും അവന്റെ വീട്ടിലെ TV ഉള്ളൂ. അവനെപ്പോ നോക്കിയാലും മറ്റേ സ്കൂബി ഡൂബി ഡൂ വെക്കും. അപ്പൊ അത് കണ്ടിരുന്നു പിന്നെ അതിന്റെ ഫാനായി. അതും ടോം ആൻഡ് ജെറി ഒക്കെയാണ്. ഇപ്പോഴോ? ഇപ്പോഴും കാർട്ടൂൺ അല്ല, ഇപ്പൊ അതൊന്നും കാണാറില്ലടാ. ഇല്ല, തുറന്നു പറഞ്ഞാ കുട്ടികളുടെ മനസ്സാണെന്ന് എല്ലാവർക്കും അല്ല, അറിയാം. ഇടയ്ക്ക് നമ്മളിങ്ങനെ മനോരമേന്റെ ഒക്കെ ഓരോ സൂത്രം അതിലിഷ്ടമുള്ള ഏതാ? സൂത്രം ശരി. കളിക്കുടുക്ക ബാലരമ അതൊന്നും ഞാൻ വായിക്കാറില്ല. ബാലരമ വായിച്ചിട്ടായിരുന്നു കാലം വരെ. അത് വായിക്കാറില്ല. അല്ല, കളിക്കുടുക്ക ഇപ്പൊ വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പല്ല, പഴയ നമ്മൾ ഇതിന്റെ പോസ്റ്റ് ഒക്കെ കണ്ടായിരുന്നു, ലൈക് കാർട്ടൂൺ പോലെ. അപ്പോ കോമിക്സ് പോലെ കണ്ടപ്പോ നമ്മള് ആക്ച്വലി ടൈറ്റില് 80കളിൽ ഇറങ്ങിയ ഒരു കോമിക്സ് എടുത്ത ടൈറ്റിലാണ് മലയാളത്തിൽ ഇറങ്ങിയത്. അന്ന് വേറെയും ഈ CID മൂസയൊക്കെ അതേ സെയിം സമയത്ത് ഇറങ്ങുന്നതാണ്. CID മൂസ, ഇരുമ്പുകൈ മായാവി. അപ്പൊ അത് പാലക്കാടിലെ ഒരു കണ്ണാടി ഷാ എന്ന് പറഞ്ഞ കക്ഷിയുടെ സൃഷ്ടിയാണ് ഇതെല്ലാം. അപ്പൊ അതിന്ന് എടുത്ത ടൈറ്റിലാണ് റിവോൾവർ റിംഗോ. അതാണ് ഇതിനൊരു കോമിക്സ് ആഡ് ചെയ്തത്. ഓക്കെ ഓക്കെ. ഇപ്പം മോളുടെ ഞാൻ ചുമ്മാ ഇങ്ങനെ റെഫറൻസിലൊക്കെ കുറേ വീഡിയോ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ളതെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അനിയത്തി മാർക്കറൊക്കെ എടുത്ത് മാറ്റി വെച്ചപ്പോൾ എനിക്ക് ദേഷ്യം വരും എന്നൊക്കെ. ഇപ്പോഴും കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളെ പോലെ ഇരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ദേഷ്യം വരുന്നത്? ഇഷ്ടമല്ലാത്ത കാര്യം എന്താ? എന്നോട് ചോദിക്കാണ്ട് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും, അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. ചോദ്യം ചോദിക്കുന്നവരെ ഉപദ്രവിക്കാൻ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താൽ ദേഷ്യം വരും ചില സമയത്ത്, അത്രേ ഉള്ളൂ. അവനെല്ലാം പറയണ ഒരു ഇരുത്തം എന്ന മറ്റേ എന്താ പറയാ സാഹിത്യകാരിനൊക്കെ പോലെയാണ്. വളരെ ഇതായിട്ട് മോളുടെ ആഗ്രഹം എന്താ വലുതാവുമ്പോ? ആക്ടർ തന്നെയാണോ അതോ വേറെ? ആർട്ടിസ്റ്റും ആവണം, പിന്നെ സ്റ്റുഡന്റ് സൈക്കോളജിസ്റ്റ് ആവണം. ഇപ്പൊ മനസ്സിലായില്ലേ? ആ മെച്യൂരിറ്റിയുടെ ഒരു ഡെപ്ത് എന്താന്ന് മനസ്സിലായി. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ ടെൻഷൻ അടിച്ചാ ചോദിക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നത് കേൾക്കുമ്പോ ഭയങ്കര പയ്യെ. ഓക്കെ, നമുക്ക് അടുത്ത ഇങ്ങോട്ട് പോവാം. ഇവിടുന്ന് സംസാരിക്കാം. അത് കുഞ്ഞിലല്ലേ, ഇപ്പൊ അല്ലല്ലോ നമ്മള് ചെയ്യുന്നത്. അടുത്ത ആളുടെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഇതാണ്. നമ്മൾ ഒരു സുമതി വളവിന്റെ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറി വന്ന ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഇരിപ്പും ആ ഒരു ട്രെൻഡ്, ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ട് മാസ് ബീച്ച് ഒക്കെ ഇട്ടിട്ട് ആ വീഡിയോ ഒക്കെ ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര കത്തി നിന്നതാ. ഇങ്ങനത്തെ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ മോന്? ഈ ഫാഷൻ ഫോളോ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ പുതിയതൊക്കെ ആയിട്ട് വരുമ്പോ അത് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നാറുണ്ട്. അപ്പൊ ചിലതൊക്കെ ട്രൈ ചെയ്താൽ പാളി പോകും. അപ്പൊ അതൊക്കെ ഞാൻ വിടും. ഈ കൊറിയൻ ഔട്ട്ഫിറ്റ്സ് അങ്ങനെയൊക്കെ താല്പര്യമുണ്ടോ? കൊറിയൻ ഔട്ട്ഫിറ്റ്സ് ഒക്കെ അങ്ങനെയൊക്കെ താല്പര്യമുണ്ട്. അതൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. നമുക്കൊരു മാജിക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? കാണണ്ടേ നമ്മള്? ചെറിയ എന്തെങ്കിലും ഒരു ടിപ്പ്. ഇപ്പൊ സൂപ്പർ ഹീറോ പവർ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു സംഭവം.
അയ്യോ അങ്ങനെ ചോദിച്ചു. പ്രിപ്പയർഡ് അല്ല. അയ്യാ. ഇന്റർവ്യൂല് ലൈവ് കാണിച്ച ആളാ പ്രിപ്പയർഡ് ആയിരുന്നു. അതെന്നെ അതെന്നെ ഇവിടെ പഠിപ്പിച്ചേ. ഏ? ആ. അങ്ങനെ സ്റ്റോറി ബാക്കിലുണ്ടാ കൊയിന്റെ കോയിൻ. കോയിൻ. അതിവിടെ പഠിപ്പിച്ചു. ആ ഇത് ഇവിടുന്ന് വന്ന കഴിവാ? ഇവിടുന്ന് എന്ത് കോയിൻ മാത്രം? ആ. കോയിൻ മാത്രം യൂസ് ചെയ്തിട്ടാ? കോയിൻ കാണാതാക്കുന്നത്. ആ അത് മറ്റേ ഏട്ടനല്ലേ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് മറ്റേ ഇങ്ങനെ. മേക്കപ്പ് ഇട്ട വേറൊരു സാധനം കാണിച്ചുതരാം. ആ. അത് ചെയ്യാൻ പറ്റുമെന്ന് പറയണം. ആ. ഈ കൈ നീട്ടി പിടിച്ചിട്ട് ഇതോടെ കുട്ടിയിലും പക്ഷെ ഇതോടെ വളയ്ക്കാൻ പാടില്ല. അതെങ്ങനെ? ഇത് അവിടെ ഇവിടെ ഞാനിവിടെ എത്തൂല. ഷോൾഡറിന് തള്ളു. ബാക്കിലേക്ക്. ബാക്കിലോട്ട് ഇനി ഓടി. ഇല്ല. ആ വളഞ്ഞു. കൈ തീരെ വളയാൻ പാടില്ല. ചേട്ടൻ മനസ്സിലായില്ല. കിട്ടുമോ? എനിക്ക് സ്കീലല്ലേ. അയ്യോ അത് കാണിച്ചേ കിട്ടുമോ? എങ്ങനെയാണ്? എങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ആ അതെ. ഇല്ല വളഞ്ഞിരിക്കുക. വളഞ്ഞ്. അതങ്ങനെ അത് തീരെ വളയരുത്. ഇപ്പോഴും വളഞ്ഞു. ഇല്ല ഇങ്ങനെ 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 ഇരിക്കുക. നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കുന്നോ? തല അങ്ങോട്ട് അല്ല, പറ്റുമോ? തീരെ കിട്ടില്ല. പറ്റില്ല. പറ്റുമോ? അയ്യോ ശ്രമിച്ചു നോക്കിക്കോ. ആ ആ ഇല്ല പറ്റില്ല. പറ്റില്ല. ഇത് കൊള്ളാലോ. വേറെന്തെങ്കിലും ഉണ്ടോ വെറൈറ്റി? അസുഖം കൈമടങ്ങാത്തത് പ്രശ്നമാണെന്നൊക്കെ. ചേട്ടൻ്റെ വിഷ്ണു ചേട്ടൻ്റെ മറ്റൊരു കാര്യം ഞാൻ പലപ്പോഴും ഇതിനു മുന്നേ പലവട്ടം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചേട്ടൻ ഒരു 5-6 ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല റീച്ചുള്ള അല്ലെങ്കിൽ ഇപ്പം നല്ല കണ്ടന്റ് ഉള്ള ടാലൻസ് ഒക്കെ ഉള്ളവരുടെ വീഡിയോ നോക്കുവാണെങ്കിൽ ഏതൊരു നല്ല വീഡിയോയുടെ കമന്റ്സ് നോക്കിയാലും ചേട്ടനൊരു കമന്റ് അവിടെ കാണും. ഒരു ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും കാണും. ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ആണോ അതോ ചേട്ടന് എങ്ങനെ സമയം കിട്ടുക? കാര്യം ആരുടെ വീഡിയോ നോക്കിയാലും ഒരു വെരിഫൈഡ് അക്കൗണ്ട് മേളിൽ തന്നെ വിഷ്ണു ചേട്ടൻ്റെ പേരായിരിക്കും, ഒരു ഹാർട്ടോ ലവ് എന്തെങ്കിലും ഉണ്ടാവും. അതെങ്ങനെയാ? അത് ഞാൻ മനസ്സിലാക്കുന്നത് ആൾക്കാർ എന്തിനാണ് ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എന്തിനാ? അവരതൊന്ന് കാണിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അത് നമ്മൾ കാണുമ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ലൈക്ക് പഠിക്കും, ഒരു കമന്റ് അപ്പൊ തന്നെ ഇടാറുണ്ട്. അത് ചേട്ടൻ അപ്പൊ അവർക്കത് കിട്ടുന്ന ഒരു സന്തോഷം അതിനൊരു വാലിഡേറ്റ് ചെയ്യാനാണല്ലോ. അതെ അതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യും. ഞാൻ ഇഷ്ടം പോലെ അതായത് ഏറ്റവും നല്ല ഒരു വീഡിയോ കണ്ട് ഇതിന്റെ കമന്റ്സ് നോക്കില്ല നമുക്കൊരു കമന്റ് ഇടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഫസ്റ്റ് ചേട്ടന്റെ പേര് കാര്യം ഫോളോ ചെയ്യുന്ന കൂടെ കൊണ്ട് ആദ്യം ചേട്ടന്റെ പേര് അവിടെ കാണാം. മെസ്സേജ് ഒക്കെ അയച്ചൊക്കെ പറയാറുണ്ടോ അങ്ങനെ? പറയാം. അല്ല എനിക്ക് നല്ല പെർഫോമൻസ് കാണുമ്പോ അതേപോലെ അവരോട് ഒന്ന് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ നമ്മളതൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അടിപൊളിയാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ച ടീമുകൾ പിന്നീട് അവര് വലിയ എന്താ ഭയങ്കര എക്സ്പോഷറുള്ള ആൾക്കാരായി മാറിയത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും. അതെ ഞാൻ ആഷിഖിനൊക്കെ പണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആണോ? അതേപോലെ നിതിനൊക്കെ ഇല്ലേ പണ്ടത്തെ വീഡിയോ ഞാൻ അവരെ ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് അവരുടെ വീഡിയോസ്. അപ്പൊ ഞാൻ അവർക്ക് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇനിയിപ്പൊ എനിക്ക് വലിയ അയക്കണെന്ന് പറഞ്ഞാല് ഇത് കണ്ടിട്ടാവാറില്ല എല്ലാരും വീഡിയോ അതെ ഇതിലൊരു കമന്റ് അങ്ങനെ ചോദിക്കോ? അങ്ങോട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിലൊരു കമന്റ് ഇടാൻ പറ്റും. ചേട്ടൻ എന്നിട്ട് ചെന്ന് കമന്റ് ഒക്കെ ചെയ്ത് കൊടുക്കോ? അല്ല പാവങ്ങള് ചോദിക്കുന്ന ചേട്ടൻ കാണാൻ പറ്റിയ എല്ലാം ചെയ്ത് കൊടുക്കും. അങ്ങനെ കാണുമ്പോ ഞാൻ ചിലപ്പോ ചെയ്യും. ഹാഷിറിന്റെ ആദ്യ കാലഘട്ടത്തിലാണോ കമന്റ് ചെയ്ത്? ആ പണ്ട് 2024 കണ്ട്. ഓ ഇപ്പൊ കണ്ടോ? സിനിമ കണ്ടോ? കണ്ടതാ. സിനിമ കണ്ടോ? വാഴ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാഴ കണ്ടോ? എന്നിട്ട് സിനിമ കണ്ടോ ചേട്ടൻ? നന്നായി. എന്നിട്ട് നമ്മൾ വീണ്ടും പോയി മെസ്സേജ് അയച്ചു. ഓക്കെ ഓക്കെ. ആ ഒരു ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ എപ്പോഴും ചേട്ടൻ്റെ കമൻസ് ഇങ്ങനെ കിടക്കുന്നത് നോട്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിനിമയുടെ ബാക്കി വിശേഷങ്ങൾ ഇപ്പം കൈതപ്പുറം സാറാണ് ഇതിനകത്ത് പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം സാറിൻ്റെ പാട്ടുകൾ പണ്ട് കാലത്തും ഇപ്പോഴും എപ്പോഴും ഹിറ്റാണ്. ഇപ്പം നേരത്തെയും ജെൻസിയിൽ ഓഡിയൻസിനെയും പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ പാട്ടുകൾ ചെയ്യുന്ന അധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം മിന്നൽവളയും ഹൃദയത്തിലെ പാട്ടും ഒക്കെ ആയിക്കോട്ടെ സാർ അന്നും ഇന്നും ഒരേപോലെയാണ് ചെയ്യുന്നത്. അപ്പം സാറിൻ്റെ പാട്ടുകളുള്ള സിനിമയിൽ ഭാഗമാകുമെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം സാറിനെ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു കരുതി, പക്ഷെ സാധിച്ചില്ല, പറ്റിയില്ല. അപ്പം സാറിനെ പറ്റി നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി സംസാരിക്കണം. ഇപ്പം എൻ്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 90% ഫേവറേറ്റ് സോങ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സാറിൻ്റെ ആയിരിക്കും. നമ്മളൊരു ഇൻസ്റ്റൻറ്റ് മൂഡ് ഷിഫ്റ്റിംഗ് പാട്ട് മിക്കവാറും സാറിൻ്റെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു സാറ് പാട്ട് എന്നുള്ള സിനിമകളിൽ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു വലിയ അനുഭവമാണ്. ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ വരികളുണ്ട്. ഗംഭീര വരികളാട്ടോ. രഞ്ജിൻ മനോഹരമായിട്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. സ്കോറും ചെയ്തിട്ടുള്ള രഞ്ജിനാണ്. ഇന്നലെ തിരുവേനിയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് 2-3 ഇന്റർവ്യൂവിന് ഒരുമിച്ച് ഇരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പടത്തില് അത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. ഭാഗ്യമായിട്ടാണ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ സാറിൻ്റെ? ഒരു
ഇൻസ്റ്റന്റ് ബൂസ്റ്റപ്പ് എന്നൊക്കെ പറയുന്നത്. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോ കുറെ പാട്ടുകൾ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റില്ല, എന്നാലും ഇന്നലെ ഞങ്ങളുടെ ഒരു സംസാരത്തിൽ വന്നൊരു കാര്യമുണ്ട് പറയണം. ആറ്റു നോക്കിണ്ടായതുകൊണ്ട് അതില് അമ്മ പറയണ ഒരു വാക്കുണ്ട്, സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്കി കാലത്തിന് അറ്റത്ത് പോവാന്ന് പറയുന്നൊരു വരി. അല്ല, പുള്ളിയുടെ ഓരോ വരികൾ നമ്മൾ എടുത്ത് സെപ്പറേറ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ അതിന്റെ അർത്ഥത്തിലേക്കൊന്ന് ആഴ്ന്നിറങ്ങിയാൽ നമ്മൾ പിടിവിട്ടു പോകും, ഒരു രക്ഷയില്ലാത്ത. അതേപോലെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ മൊത്തം ആ പാട്ടിലെ ഫസ്റ്റ് വരിയിലുണ്ട്, ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം. ശരിയാ, അവിടെ നിന്ന് വിട്ടു, അതെ, ഇവിടെ നിന്ന് വിട്ടു. അയ്യോ സത്യമാട്ടോ. എന്ന് പറഞ്ഞാല് പിന്നെ വികാരനൗകയെ കുറിച്ച് ഇന്നലെ പുള്ളി പറയുമായിരുന്നു. അപ്പൊ അതില് ഭരതൻ സാർ വെച്ചിട്ടുള്ള ഷോട്ട് അത് പുള്ളിയുടെ അവരൊക്കെ തമ്മിൽ അന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പുള്ളി എഴുതിയ വരികൾ ഗംഭീര വരികളാണ്, വികാര നൗക. വരി പുള്ളി ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന തോണിയിലിരിക്കുന്ന ഈ ക്യാരക്ടറാണ്, മമ്മൂക്കയുടെ ക്യാരക്ടർ. വികാരങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഷോട്ടാണ്. അപ്പൊ അത് ഷൂട്ട് ചെയ്തിട്ട് പുള്ളി കാണിച്ചത് താൻ കിടിലം വരി എഴുതി തന്നാൽ ഞാൻ അതിന്റെ അപ്പുറത്ത് കാണിച്ചു വയ്ക്കും, നോക്കുന്നു പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ഓ അയ്യോ, അതൊക്കെ കേൾക്കുമ്പോ കൊറേ അനുഭവങ്ങളല്ലേ. ഇന്നലെ കേതപ്രസാദ് പറഞ്ഞായിരുന്നു, പറഞ്ഞതല്ലേ, പുള്ളി പറയുമ്പോഴാണ് ഇതിന്റെ. അതെ, അല്ല പുള്ളി പറഞ്ഞായിരുന്നു പറഞ്ഞേ. അപ്പൊ അത് അങ്ങനത്തെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുക വലിയ കാര്യമാണ്. അത് എനിക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചില്ല. ഇപ്പം സാറ് പ്രമദവനം എഴുതിയ ആള് തന്നെയാണ്. എന്നാൽ നമ്മുടെ തെങ്കാശിപ്പട്ടണമെന്ന് തോന്നല്ലേ, മറ്റേ ഒരു സിംഹമലയും കാറ്റിൽ ആ ഒരു റാപ്പല്ല, റാപ്പിന് പകരം മുഴുവൻ വരികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ശരിക്കും വലിയൊരു ഭാഗ്യമാണ് ഇവർക്കും. എല്ലാവരോടും ജെല്ലാവും, ഏത് പിന്നെ ജനറേഷൻ ആണെങ്കിലും. നമ്മൾ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, പുള്ളിനെ പോലത്തെ ലെജൻഡിൻ്റെ കൂടെ നമുക്ക് അങ്ങോട്ടൊരു സജഷൻ വെക്കാൻ പറ്റുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി അങ്ങനെയൊന്നുമില്ല, വളരെ ഓപ്പൺ ആയിട്ടാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് അതാണ് അടുത്ത ചോദിക്കാൻ വരുന്നതായിരുന്നു. കൈതപ്പുറം സാർ ഇങ്ങനെ പറഞ്ഞ് പല പഴയ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംവിധായകൻ കഥ പറഞ്ഞു കൊടുക്കുന്നതിനകത്തുനിന്ന് വരി എടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ സിറ്റുവേഷൻ ഓരോ സന്ദർഭം അനുസരിച്ച് വരി ചെയ്യാറുണ്ടെന്ന്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, നമ്മൾ അപ്പോൾ വരി കിട്ടുമെന്ന് കരുതിയിട്ടല്ല പോയത്. കാര്യം രഞ്ജിൻ എറണാകുളത്തായിരുന്നു, പുള്ളി കോഴിക്കോടാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതെല്ലാം പറഞ്ഞു വെക്കാം, പിന്നീട് രഞ്ജിനും സാറും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എഴുതുന്നതാണ്. പക്ഷേ പുള്ളി നമ്മൾ പോയപ്പോൾ തന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ പറ്റേന്ന് പറഞ്ഞിട്ട് പുള്ളി എഴുതാൻ തുടങ്ങി. അപ്പൊ തന്നെ അപ്പൊ ഇതൊരു അരമണിക്കൂർ കൊണ്ട് രഞ്ജിനെ വീഡിയോ കോൾ ചെയ്യുന്നു, അങ്ങനെ എല്ലാ പരിപാടി അപ്പൊ തന്നെ നടക്കുന്നു. പക്ഷെ പിന്നീട് നമുക്ക് കറക്ഷൻ ഉണ്ടായി. കറക്ഷൻ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, വരികൾ മാറ്റാൻ പറ്റും. പക്ഷെ പുള്ളി അതെല്ലാം ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ സജഷനും കൊണ്ട് എടുത്തിട്ടാണ് എഴുതി തരുന്നത്. ഓക്കെ, അപ്പം എനിക്കും ഈ സിനിമയിൽ ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഞാനും ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ റിവോൾവർ റിംഗോ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ. നമ്മുടെ മിന്നൽ മുരളിയിൽ നിന്ന് സൂപ്പർ ഹീറോ ഫിലിം മലയാളം പ്രേക്ഷകർ അംഗീകരിച്ചതുപോലെ തന്നെ ഇതും സൂപ്പർ ഹീറോ അല്ലെങ്കിൽ പോലും അതിൻ്റെ എലമെന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി അതുപോലെ തന്നെ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് വലിയൊരു വിജയമായിട്ട് മാറട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു.